യുവതികളാണ്. രാഹുലിന്റെ ഒപ്പം വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കാൻ മത്സരിക്കാൻ ആശാവർക്കർമാർ. വലിയ ഹീറോ ആയി മാറി രാഹുൽ ഒരു വലിയ ഹീറോ ആയി, ഒരു ഒറ്റയാനായ നേതാവ് എന്ന നിലയിൽ. എന്നിട്ടും പാലക്കാട് കിടക്കുന്ന ഒരു MLA ഇവിടെ വരുമ്പോൾ, തിരുവനന്തപുരത്ത് വരുമ്പോൾ, തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ മാങ്കൂട്ടത്തിന്റെ പൊതിയാണ്. കുറച്ചു നാളായി നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ സമരം ഇന്ന് അവസാനിക്കുകയാണ്. സമാപന ദിവസമായ ഇന്ന് സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടം എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ സജീവമാകുകയാണ്. അത് ശക്തമായ ഒരു ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അഞ്ജന, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുന്നവർ വിചാരിക്കും നമ്മളെന്തോ രാഹുലിൻ്റെ PR എടുത്തിട്ടാണെന്ന്. അങ്ങനെ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇവരോടൊക്കെ കൃത്യമായി പറയേണ്ട ഒരു കാര്യം, നമ്മളിത് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു എന്ന് വെച്ചാൽ, കേരളത്തിൽ ഇത്രയധികം വേട്ടയാടലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു യുവ നേതാവ് ഈ സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി, ഒരു യുവതിയുടെ പരാതിയോ ഒരു യുവതിയുടെ പേര് പറഞ്ഞുള്ള വെളിപ്പെടുത്തലോ എന്തെങ്കിലും തെളിവുകളോ ഒന്നുമില്ലാതെ ആരോ പടച്ചുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പും കുറേ സ്ക്രീൻഷോട്ടുകൾ എന്ന് പറഞ്ഞ് ചാനലുകൾ സംപ്രേഷണം ചെയ്ത ചില വ്യാജ സ്ക്രീൻഷോട്ടുകൾ, വ്യാജ ഫോട്ടോഷോപ്പ് വർക്കുകളും വെച്ചിട്ട് ഒരു മനുഷ്യനെ നിരന്തരമായി വേട്ടയാടാണ്. അയാൾ ഓണനാളുകളിൽ പോലും 35 ദിവസത്തോളം വീട്ടിൽ അടച്ചുപൂട്ടി കഴിയുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു യുവ MLA ആണ്. അതും സംഘപരിവാറിനെ മൂലക്കിരുത്തി അന്തസ്സായി ജയിച്ചു വന്ന ഒരു MLA ആണ്. അതായത് കേരളം സംഘപരിവാർ പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിൽ സംഘപരിവാറിന് വളക്കൂറ് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയിച്ചു വന്നൊരു നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു നേതാവിനെ ഒരു പെണ്ണ് കേസെന്ന് പറഞ്ഞ് വീട്ടിലിരുത്തുന്ന ആ പ്രവണത, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതേ ആളുകളാണ് വേടനെ അപ്പുറത്ത് ആഘോഷിക്കുന്നത്. വേടനെതിരെ വന്നതും ഇതുപോലെ ഇതിനേക്കാളും തീവ്രമായിട്ടാണ് വേടനെതിരെയുള്ള പരാതി. എഴുതി തയ്യാറാക്കിയ പരാതികളുണ്ട്. അതുപോലെ തന്നെ ചാനലുകളിൽ ഈ സ്ത്രീകൾ വന്നിട്ട് വേടനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴും വേടൻ സർക്കാർ പരിപാടിയിലെ ഗസ്റ്റാണ്. പിന്നെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര പ്രശ്നം? രാഹുലിനെതിരെ ഇതൊന്നുമില്ല. എവിടുന്നോ കുറേ കഥകൾ, കുറേ ഓഡിയോ, ആ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ വലിയ കേസുമായിട്ട് നടക്കുക വേറെ വിഷയത്തിൽ. രാഹുലിൻ്റെ ഓഡിയോ മുഴുവൻ ഞങ്ങൾ പുറത്തു വിടുമെന്ന് പറഞ്ഞ ആൻഡോ അഗസ്റ്റിനെതിരെ ഇപ്പോൾ ദിവസവും ഓരോരോ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുക. അതായത് കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരാണ് മാങ്കൂട്ടത്തിൻ്റെ മെറിറ്റ് പരിശോധിക്കാൻ നടക്കുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ വിഷ്വൽ ഒന്ന് കാണുക. ഈ വിഷ്വലിൽ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ രാഹുലിനുള്ള പവർ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ CPM-മാരും BJP-ക്കാരും ഇവിടെ കിടന്ന് സൈബർ സഖാക്കളും സൈബർ സംഖ്യകളും കിടന്ന് കുരയ്ക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. രാഹുൽ ഒരു പൊതു ഇടത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ രാഹുലിനെ പൊതിയ. ഈ വിഷ്വൽ നോക്കുക. സ്ത്രീകളാണ്, അമ്മമാരാണ്, യുവതികളാണ് രാഹുലിൻ്റെ ഒപ്പം വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കാൻ മത്സരിക്കാൻ ആശാവർക്കർമാർ. അത് മനസ്സിലാക്കണം. ഈ രാഹുലാണ് വീട്ടിൽ വന്നാൽ സ്ത്രീകൾ പഴിച്ചു പോകും, മണ്ഡലത്തിൽ ഇറങ്ങിയാൽ മണ്ഡലത്തിലെ മുഴുവൻ സ്ത്രീകളും ഇരയാക്കപ്പെടും, ബസ് സ്റ്റാൻഡിൽ ഫ്ലാഗ് ഓഫിന് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർമാരും സൂക്ഷിക്കണം, ഓടിക്കോ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ശ്രദ്ധേയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തലസ്ഥാന നഗരത്തിൽ ആദ്യമായി നമ്മൾ 35 ദിവസം വീട്ടിലിരുന്നിട്ട് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു സംഭവം എന്താ പറയുക, നിയമസഭാ സമ്മേളനത്തിന് ആദ്യം വരുന്ന ദിവസമായിരുന്നു. അന്ന് എന്തുമാത്രം പ്രതിഷേധമായിരുന്നു അദ്ദേഹം വന്നപ്പോൾ അവിടെ നടന്നത്. ആ സ്ഥലത്ത് തന്നെയാണ്, ആ തലസ്ഥാന നഗരത്തിൽ തന്നെയാണ് ഇന്നും കാലുകുത്തിയിരിക്കുന്നത്. അതും ആശാ വർക്കർമാരുടെ പരിപാടി. അതാണ് ഏറ്റവും വലിയ രസം. നോക്കുക, അന്ന് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ വന്ന അന്ന് ഒരു ചില SFI-ക്കാർ പറഞ്ഞ് SFI ഇവിടെ ഉണ്ട്, രാഹുലെ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ഇറക്കിയതാ. ആ SFI-ക്കാർ ഇപ്പോൾ അവിടെ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവരുടെ മുന്നിൽ കൂടെയാണ് രാഹുൽ പോകുന്നത്. CPM-മാരും BJP-ക്കാരും ഒക്കെ അവിടെയുണ്ട്. ഒരാൾക്ക് തൊടാൻ പറ്റുന്നുണ്ടോ? തൊട്ട് കഴിഞ്ഞാൽ തൊട്ടവരെ ജനം കൈകാര്യം ചെയ്യുന്നത്. അന്വേഷണ സംഘമെന്നും പറഞ്ഞ ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 2 മാസം കഴിഞ്ഞ് 3-ാം മാസത്തിലേക്ക് പോവുക. ഇതുവരെ എന്തെങ്കിലും ഒന്ന് മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ടോ രാഹുലിനെ? പിന്നെ അയാൾക്കെതിരെ എന്താണ് ഇവർ പറയുന്നത്? എന്താ അതിൻ്റെ അടിസ്ഥാനം? ഒരു ട്രാൻസ് വുമൺ വന്നിട്ട് പറഞ്ഞു രാഹുൽ എന്നെ പീഡിപ്പിക്കണമെന്ന് മെസ്സേജ്. ആ പെണ്ണിൻ്റെ അഡ്രസ്സ് ഉണ്ടോ? ആ ട്രാൻസ് വുമൻ്റെ അഡ്രസ്സ് ഉണ്ടോ? അവൾ അതിലും വലിയ തരികിടയാണെന്നാണ് അവൾക്കൊപ്പമുള്ളവർ പിന്നീട് വെളിപ്പെടുത്തിയത്. അപ്പം ഈ പറയുന്ന ആളുകളൊക്കെ രാഹുലിനെ വേട്ടയാടാൻ നടന്ന ഏറ്റവും പ്രധാനിയാണ് ആൻഡോ അഗസ്റ്റിൻ. എന്താ അയാളുടെ അവസ്ഥ എന്നാലോചിച്ച് നോക്കിയേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ ഒന്ന് പോയി തൊഴുതു. അതിനുശേഷം
സകല എണ്ണത്തിനിട്ട് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ശബരിമലയിലെ കള്ളന്മാരെ ഒന്നൊന്നായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. സകല എണ്ണങ്ങൾ, അതായത് രാഹുലിനെ വേട്ടയാടാൻ വന്നവർക്ക് ഇപ്പൊ നിലം തൊടാൻ സമയമില്ല. സകല എണ്ണത്തിനിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ടപ്പേത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഇപ്പോൾ പ്രശാന്ത് ശിവന്റെ അവസ്ഥ എന്താ? പ്രശാന്ത് ശിവൻ അവിടുത്തെ നഗരസഭാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തു. പ്രശാന്ത് ശിവൻ അപ്പം തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു. അധ്യക്ഷയുടെ കാര്യം തീരുമാനമാവും, പണി കൊടുക്കും, സംസ്ഥാന കമ്മിറ്റി അറിയിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു നഗരസഭാ അധ്യക്ഷ ചെയ്തതാണ് ശരി, തൽക്കാലം നിങ്ങൾ വലിയ പ്രശ്നത്തിനൊന്നും പോകണ്ട. നാണം കെട്ടു, പ്രശാന്ത് ശിവൻ പെട്ടു. അയാൾ വലിയ വർത്താനം പറഞ്ഞാണ് രാഹുലിനെ ഇപ്പം തീർക്കും അതാക്കും. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നേ. ഇത് ഇവര് പറയുന്ന ആളുകളും രാഹുലിനെ വേട്ടയാടി ഇവർക്കൊക്കെ ഒന്നൊന്നായി പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ SFIക്കാർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു തിരുവനന്തപുരത്ത്? ഒന്നും ചെയ്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പങ്കെടുത്ത പരിപാടി, അദ്ദേഹം ഉദ്ഘാടകനായിട്ടുള്ള പരിപാടിയിൽ അധ്യക്ഷനായിരുന്ന ആരാ? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സർക്കാർ പരിപാടിയിൽ, സർക്കാർ ചെലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വേദി വന്നിരിക്കുക. ജില്ലാ മേളയുടെ ഉദ്ഘാടനം സർക്കാരിന്റെ പ്രസ്റ്റീജ് പരിപാടിയാ. ആ പരിപാടിയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന മന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. തൊട്ടപ്പുറത്ത് CPM-മാരും DYFIക്കാരും സൈബർ സഖാക്കളും പറയുന്നു രാഹുൽ പീഡനവീരനാണ്, സ്ത്രീകളെ സൂക്ഷിച്ചോ. എന്നിട്ട് അവരുടെ മന്ത്രിയാണ്, ആ സർക്കാരിലെ മന്ത്രിയാണ് വിളിച്ചിരിക്കുന്നത് രാഹുലിനെ. ഇവന്മാർ ഇപ്പോഴും പൊട്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കുറേ അന്തം ഈ പറയുന്ന സൈബർ സഖാക്കൾ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? വെറുതെ ഫേസ്ബുക്കിൽ ഇരുന്ന് തെറി വിളിക്കുക. ഇതിനപ്പുറം ഇവർക്കൊക്കെ എന്ത് രാഷ്ട്രീയ ബോധമുള്ള. കഴിഞ്ഞ ദിവസം G. സുധാകരൻ ഇവരെ ഈ സൈബർ സഖാക്കളെയൊക്കെ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഓടിച്ചു വിടണം, യുവമാരൊന്നും അല്ല യഥാർത്ഥ പാർട്ടി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. G. സുധാകരൻ മാത്രമല്ല, അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണ സഖാവ് പറഞ്ഞിട്ടുണ്ട് സായിബർ സഖാക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് CPM-ന്. കാരണം ഇപ്പം എന്താ നടക്കുന്നത്? ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികളിൽ സജീവമാകുന്നു, സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു, MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ നിരന്തരമായി ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നു. എന്നിട്ട് സൈബർ സഖാക്കൾ പറയാ മാങ്കാണ്ടി പീഡനവീരൻ, ബലാത്സംഗ വീരൻ. ഉളുപ്പില്ലായ്മയുടെ അങ്ങേയറ്റമാണ് ഈ സൈബർ ഇടത്തില് കളിക്കുന്നവന്മാർക്കുള്ളത്. ഒന്നാമത് സ്വന്തം ഐഡന്റിറ്റി കാണിക്കാനുള്ള ധൈര്യമില്ല ഇവര്. ഒറ്റയൊരുത്തനും ധൈര്യമില്ല. ഈ അടിയിൽ വന്ന് കമന്റ് ഇടുന്ന ഒറ്റയൊരുത്തനും അവന്റെ സ്വന്തം ID എന്നല്ല ഇടുന്നത്. അത് തന്നെ പിതൃശൂന്യതയുടെ അടയാളമാണ്. അതായത് എന്താണ്, സ്വന്തം മുഖം കാണിക്കാൻ ഭയപ്പെടുക, എന്നിട്ട് ഇരുന്ന് ഒളിച്ചിരുന്നിട്ട് കൂവി വിളിക്കുക. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇപ്പൊ അവശേഷിക്കുന്ന ഒരേ ഒരു ആക്രമണം. BJP ഒക്കെ കളം വിട്ടു, BJP അവസാനിച്ചു. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു. ഇനി കൂടുതൽ കളിച്ച വിവരം അറിയുമെന്നുള്ള കാര്യവും മനസ്സിലായിട്ടുണ്ട്. CPM-നും ഏറെക്കുറെ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി ആ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നാട്ടുകാർ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഹീറോ ആയി മാറി. രാഹുൽ ഒരു വലിയ ഹീറോ ആയി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ആശാ വർക്കർമാരുടെ പരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി അദ്ദേഹം അടുത്ത ലെവലിലേക്ക് തന്റെ പൊളിറ്റിക്കൽ കരിയർ പിച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു നേതാവാണ്. പാർട്ടി പിന്തുണ പരസ്യമായി രാഹുലിനില്ല. എന്നിട്ടും പാലക്കാട് കിടക്കുന്ന ഒരു MLA ഇവിടെ വരുമ്പോൾ, തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ മാങ്കൂട്ടത്തിൻ്റെ പൊതിയാണ്. ഒരു വശത്ത് കോൺഗ്രസ് പാർട്ടിപരമായിട്ട് ഇവരെ പിന്തുണയ്ക്കുന്ന പരിപാടി നടത്തുന്നുണ്ട്. ആശമാരെ പിന്തുണയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളുണ്ട്. പക്ഷെ ഫോക്കസ് മുഴുവൻ പോകുന്നത് ആരിലേക്കാണ്? രാഹുലിലേക്കാണ്. അതായത് രാഹുലിന്റെ അടുത്ത പൊളിറ്റിക്കൽ കരിയർ അയാൾ ബിൽഡ് ചെയ്യാണ്. ഒരു ഒറ്റയാനായ നേതാവ് എന്ന നിലയിൽ ഇത്രയും ദിവസം മാസങ്ങളോളം നീണ്ടുനിന്ന കടന്നാക്രമണങ്ങൾ, മാസങ്ങളോളം അയാൾ നേരിടേണ്ടി വന്നിട്ടുള്ള ട്രോമ, അയാൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആരോപണങ്ങൾ, വളഞ്ഞിട്ടുള്ള ആക്രമണം, സ്വന്തം പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നുള്ള പിന്നിൽ നിന്നുള്ള കുത്ത്, ഇതിനെയൊക്കെ അതിജീവിച്ച് അയാൾ ഒറ്റയ്ക്ക് നെഞ്ചു വിരിച്ച് നിന്ന് അയാളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ രാഹുലിനെ പൊതിഞ്ഞു. അതിനുശേഷം മറ്റൊരാൾ അവിടെ വന്നു. ആരാന്നറിയോ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ കാത്തിരിക്കുക അങ്ങോട്ട് വരാൻ. വന്നു, ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. കുറച്ച് മാധ്യമങ്ങൾ നാണം കെടുമെന്ന് മാത്രമല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സതീശൻ അയാളുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റയടിക്ക് കൈയൊഴിഞ്ഞത്. എൻ്റെ തീരുമാനമാണ്. ഈ VD സതീശൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ PR വർക്ക് നടത്തുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. ഭാവി മുഖ്യമന്ത്രിയായി സ്വയം കരുതിയിട്ടുള്ള VD സതീശൻ, ഒരു സംശയവും വേണ്ട. ഈ മനുഷ്യൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറെ കമ്പിക്കഥകൾ ചാനലുകൾ വിട്ടപ്പോൾ തന്നെ തൻ്റെ ഇമേജ് പോകുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? രാഹുലിനെ സകലയിടത്തു നിന്ന് പിടിച്ച് പുറത്താക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട്
എന്നിട്ട് ഈ സതീശന്റെ PR ടീം എന്ത് ചെയ്തു? സതീശൻ എന്ന നട്ടലുള്ള നേതാവ്, ആണത്തമുള്ളവൻ, സതീശന്റെ ഒറ്റ തീരുമാനത്തെ തുടർന്നാണ് മാങ്കൂട്ടത്തലിനെ പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞ് ഇവർ കാർഡടിച്ച് സോഷ്യൽ മീഡിയയിലിട്ടു. എനിക്ക് അറിയുന്ന കാര്യമാണ്, സതീശന്റെ PR ടീം ചെയ്ത പണിയാണ്. പക്ഷെ ആ PR തിരിച്ചടിച്ചു. കാരണം മാങ്കൂട്ടത്തലിനെ കൈവിട്ടത് ശരിയായില്ലെന്ന് ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും നിലപാടെടുത്തതോടെ, കോൺഗ്രസ് അനുഭാവികളും നിലപാടെടുത്തതോടെ എന്ത് സംഭവിച്ചു? VD സതീശന്റെ PR ടീം നേരെ തിരിച്ചു. സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, എല്ലാവരും കൂടി എടുത്ത തീരുമാനം. അതുവരെ സതീശൻ എന്ന ധാർമ്മികതയുള്ള നേതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് മാങ്കൂട്ടത്തലിനെ പുറത്താക്കാൻ എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. അതായത് സതീശന്റെ ഒറ്റ സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുലിനെതിരെ അച്ചടക്ക നടപടി കോൺഗ്രസ് സ്വീകരിച്ചത് എന്നൊക്കെയായിരുന്നു അന്ന് വന്ന വാർത്ത. പക്ഷെ പണി വാളുമെന്ന് മനസ്സിലായപ്പോൾ സതീശൻ നേരെ തിരിഞ്ഞു. എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളതാണ്. അതിൽ തന്നെ ജനങ്ങൾക്ക് സതീശന്റെ ഈ ഓവറായിട്ടുള്ള വിനയം അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ധാർമ്മികതാ സംരക്ഷണമൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൊളിറ്റിക്കൽ കരിയർ മാങ്കൂട്ടത്തലിന്റെ വളരെ ഹൈയിലേക്ക് പോയിരിക്കുകയാണ്. ഈ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് കുരയ്ക്കുന്നവന്മാരും ഒക്കെ കൂടെ ചേർന്ന് രാഹുലിന് ഒരു അസാധ്യമായ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായിരുന്നു, ഒരു MLA മാത്രമായിരുന്നു. ഈ വിവാദങ്ങളൊന്നും ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണ നേതാവ്, ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ അങ്ങ് പോകുന്നല്ലാതെ അതിൽ പരം കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പോരാളി എന്ന നിലയിലേക്കൊന്നും അയാൾ വളരില്ല. പക്ഷെ ഇപ്പം അയാൾ ഒരു ഇരയാക്കപ്പെട്ടയാളാണ്. അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതിനെ ഒറ്റയ്ക്ക് അതിജീവിച്ചു വന്നയാളാണ്. പാർട്ടി പിന്തുണ പോലുമില്ലാതെ പാർട്ടിയിൽ നിന്ന് കുതികാല് വെട്ടലുകൾ നേരിട്ടിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവെന്ന നിലയിലാണ് രാഹുലിനെ ആൾക്കാർ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അമ്മമാർ, യുവതികൾ ഒക്കെ രാഹുലിന്റെ കട്ട ഫാൻസാണ്. പറഞ്ഞിട്ടൊരു കാര്യമില്ല, അത് അങ്ങനെ ആയിക്കഴിഞ്ഞു. ഒന്നാമത് അവർക്കൊരു വലിയ സെന്റിമെന്റൽ അപ്രോച്ച് ഉണ്ട്. ഈ പാവം പയ്യനെ എന്തിനാ വെറുതെ വേട്ടയായിരുന്നു പറഞ്ഞിട്ട്. അത് കഴിഞ്ഞതാ ഇപ്പോൾ രാഹുൽ കളത്തിലിറങ്ങിയപ്പോൾ പയ്യൻ തിരിച്ചു വന്നു, നമ്മുടെ ചക്കം വന്നടാന്ന് പറഞ്ഞ് കുടുംബങ്ങളും സ്ത്രീകളും യുവതികളും. ഇപ്പം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം വെച്ചിട്ട് സ്ത്രീകളുടെ വോട്ട് ബാങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ BJPക്ക് ഏറ്റവും കൂടുതൽ ഈ ശബരിമല വിഷയവും ഭക്തിയും ക്ഷേത്രവും ഒക്കെ എടുത്ത് എപ്പോഴും ക്യാമ്പയിൻ ചെയ്യുന്നത് ഈ സ്ത്രീ വോട്ടർമാരെ, അതായത് കൂടുതൽ നിഷ്പക്ഷമതികളായിരിക്കും, അല്ലെങ്കിൽ കുടുംബം ആർക്ക് വോട്ട് ചെയ്യുന്നു അവിടെ കൊണ്ട് വോട്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ നിലയിൽ പോകുന്ന നിഷ്പക്ഷമതികളായ സ്ത്രീ വോട്ടർമാരെ ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ BJP ഒക്കെ ഇവിടെ കളം പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം രാഹുൽ ആ നിലയിലേക്ക് ഒരു പവർഫുൾ ലീഡറായി, രാഷ്ട്രീയത്തിന് അതീതമായി കുടുംബങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ രാഹുൽ പറഞ്ഞാൽ സ്ത്രീപക്ഷവാദങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ ഒരു കാര്യം പറഞ്ഞാൽ സ്ത്രീകളും യുവതികളും കുടുംബങ്ങളും അടങ്ങുന്ന ഒരു നിഷ്പക്ഷ വോട്ട് ബാങ്ക് കേൾക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനറായിട്ട് രാഹുൽ മാറും. ഇനി രാഹുലിനെതിരെ പുതിയ കേസ് വരുമോ, പുതിയ ഓഡിയോ വരുമോ, പുതിയ കഥ വരുമോ എന്ന് നമുക്കറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ രാഹുലിനെതിരായ ആയുധങ്ങൾ മുഴുവനും ഒടിഞ്ഞു പോയ സാഹചര്യത്തിൽ ഇനി രാഹുൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു ഒറ്റയാൻ നേതാവ് എന്ന നിലയിൽ അതിഗംഭീരമായി വളരും. രാഹുലും അതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. സകലമാന വിഷയങ്ങളിലും രാഹുൽ കയറി ഇടപെടുന്നുണ്ട്, സകലയിടങ്ങളിലും എത്തുന്നുണ്ട്, സ്വന്തം മണ്ഡലത്തെ ഗംഭീരമായിട്ട് വികസിപ്പിക്കുന്നുണ്ട്. വികസന പദ്ധതികളുടെ ഒരു വലിയ പെരുമഴ തന്നെ പാലക്കാട്ടേക്ക് രാഹുൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു MLA എന്ന നിലയിലും ഒരു ജനകീയനായ നേതാവ് എന്ന നിലയിലും ഒരേപോലെ രാഹുൽ വളരുമ്പോൾ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനർ, ഒരു പ്രധാനപ്പെട്ട ലീഡർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിലേക്ക് രാഹുലിൻ്റെ വളർച്ച അതിവേഗമായി. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്ന ആളുകളൊക്കെ തന്നെയാണ് രാഹുലിനെ വളർത്തിയത്. രാഹുലിനെ അടിക്കാൻ ശ്രമിച്ചവർക്ക് രാഹുൽ സ്വയം ഉയർന്നുകൊണ്ട് തിരിച്ചടി കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം.